ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. 10% നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ബാബു 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം എത്ര രൂപ ബാങ്കിൽ നിന്ന് ലഭിക്കും? അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടുപലിശയായിട്ട് എത്ര രൂപ കിട്ടും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ ആദ്യം നമുക്ക് എത്ര രൂപ ബാങ്കിൽ നിന്ന് ലഭിക്കും എന്ന് നോക്കാം. ഇതിന് വേണ്ടി ഒരു 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 ഷോർട്ട് കട്ടുണ്ട്. നമ്മൾ 1 2 1 എന്നെഴുതും. 1 2 1 നമ്പേഴ്സൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഈ 1 എന്ന് എഴുതിയതിന് അതിൻ്റെ താഴെ എത്ര രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്? 10,000 അല്ലേ? അത് നമ്മൾ എഴുതും. എത്രയാണ്? 10,000. രണ്ടാമത്തെ 2ൻ്റെ താഴെ നമ്മൾ എന്തെഴുതും? ഈ 10,000 രൂപയുടെ പലിശ 10% അല്ലേ? 10,000 രൂപയുടെ 10%, 10,000 രൂപയുടെ 10% കാണാനായിട്ട് ഈ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അതായത് 1000 രൂപയാണ്. 10,000 രൂപയുടെ 10%, 1000 നമ്മളിവിടെ എഴുതി. ഇനി 1000ൻ്റെ 10%, 1000ൻ്റെ 10% കാണാനായിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അതായത് 1000ൻ്റെ 10% 100 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി 1ഉം 10,000 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മറന്നു പോകല്ലേ. 1ഉം 10,000 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10,000 കിട്ടും. ഈ 2ഉം 1000 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,000 കിട്ടും. ഈ 1ഉം 100ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടും. അത്രയും ഓക്കെ ആയില്ലേ? ഇനി നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ്? എത്ര രൂപ ബാങ്കിൽ നിന്ന് ലഭിക്കും? ആകെ കിട്ടുന്ന പൈസ എത്രയാണെന്ന് അറിയാനായിട്ട് ഇവ 3ഉം കൂടെ കൂട്ടിയാൽ മതി. 10,000 2,000 12,000 12,100 ആണ്. ഇതാണ് ബാങ്കിൽ നിന്നും നമുക്ക് തിരിച്ച് കിട്ടുന്ന തുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കേണ്ടത്? കൂട്ടുപലിശ എത്രയാണ്? കൂട്ടുപലിശ കാണുവാനായിട്ട് ഈ ആദ്യത്തത് വിട്ടിട്ട് 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ മതി. എത്രയാണ്? 2,100 രൂപ. ഇതാണ് കൂട്ടുപലിശ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? വ്യത്യാസം കാണുവാനായിട്ട് ഇവിടെ മൂന്നാമത്തെ സംഖ്യ എഴുതിയാൽ മതി. അത് 100 ആണ്. നമ്മുടെ 3 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇവിടെ പ്രത്യേകം പറയുന്നത് 2 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷമാണ്, കൂട്ടുപലിശയാണ്. ഇത്രയും കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് നമ്മൾ ഈ 1 to 1 എന്നുള്ള രീതിയിലിട്ടിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ എഴുതിയത്. ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.